78ാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു. പ്രധാനപ്പെട്ട 5 സംഗതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ ഇന്നത്തെ പ്രസംഗം. അതിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന വാചകമുണ്ട്. ബംഗ്ലാദേശ് വിഷയത്തിലെ പൊസിഷനുണ്ട്, സ്ത്രീ ശാക്തീകരണമുണ്ട്, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ പോലെയുള്ള വലിയ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യമുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീർഘപ്രസംഗത്തിൽ പുതുതായി ഒന്നും പറഞ്ഞില്ല എന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി പ്രസംഗിക്കുന്നവയുടെ ഒരു സംഗ്രഹമെന്നോ ആവർത്തനമെന്നോ വിളിക്കാവുന്ന കാര്യങ്ങളാണ് കൂടുതലായും പറഞ്ഞത്. മറ്റൊന്ന്, ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ ഈ സന്ദർഭവും ഉപയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. 10 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവ് നമുക്ക് വരുമ്പോൾ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും പിന്നിലെ നിരയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി ചീപ്പ് ഈഗോ കാണിച്ചു എന്ന വിമർശനം ഉയർന്നു വന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ പലതരക്കും ശ്രദ്ധേയമാണ് ഈ 78ാം സ്വാതന്ത്ര്യദിനത്തിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗം. അദ്ദേഹം സെക്കുലർ സിവിൽ കോഡ് എന്ന പേരിൽ ഏക സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നു, വൺ ഇന്ത്യ വൺ ഇലക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ നരേന്ദ്രമോദി ഭരണ നേട്ടത്തെക്കുറിച്ച് പറയാനാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷം നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ അദ്ദേഹം നടത്തിയ അവകാശവാദങ്ങൾ, അതിലെ പൊള്ളത്തരങ്ങൾ, അർദ്ധസത്യങ്ങൾ, ഇവയുടെ ഫാക്ട് ചെക്ക് ഇന്റർനെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. തൻ്റെ സർക്കാരിൻ്റെ കാലത്ത് നേടിയെടുത്തു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന പല കാര്യങ്ങളിലും വ്യാജമായ സംഗതികളുണ്ട് എന്ന് മാത്രമല്ല, ഓരോ സ്വാതന്ത്ര്യദിനത്തിലും അടുത്ത സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുമെന്ന് മോദി വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. പക്ഷേ അവയൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അമൃത് മഹോത്സവം 75ാം വാർഷിക ദിനത്തിലാണ് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കിയിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പക്ഷേ കർഷകരുടെ വരുമാനം ഇപ്പോഴും ഈ 78ാം സ്വാതന്ത്ര്യദിനത്തിലും ഇരട്ടിയായിട്ടില്ല എന്നാണ് നമ്മൾ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ വാഗ്ധോരണികൾ, ഈ വീരേതിഹാസ പ്രഖ്യാപനങ്ങൾ എന്തുമാത്രം വസ്തുതയുമായി ചേർന്നു പോകുന്നതാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യ 5 ട്രില്യൺ എക്കണോമിയായി മാറുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതുകൂടി കാണുക. ഒപ്പം പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളെ, ഈ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് മുൻനിരയിൽ ഇടമുണ്ടായിരുന്നു. പക്ഷേ മോദിയുടെ കാലത്ത് രാഹുൽ ഗാന്ധിയെ മോദി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണാൻ പാടില്ല എന്ന വാശിയോടെ മാറ്റി നിർത്തുന്നത് പോലെയുള്ള സില്ലി നമ്പറുകളൊക്കെയും കാണുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ ദിന ഓർമ്മകളെ, ആ ദിവസത്തെ എങ്ങനെയാണ് കേന്ദ്ര ഭരണകൂടം അതിൽ നായകനായ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്നത് എന്ന വിഷയത്തിൽ സംസാരിക്കുകയാണ് നമ്മൾ. ഈ ചർച്ചയിൽ നമ്മളപ്പോൾ അഡ്വക്കേറ്റ് അനിൽ ബോസ് ആണ്, കോൺഗ്രസ് നേതാവ്, പ്രിൻറ്റു മഹാദേവ് BJP നേതാവ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്നത്തെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി സുദീർഘമായ ഒരു പ്രസംഗം, ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ തടയുന്നതിൽ പ്രതിപക്ഷം വഹിക്കുന്ന പങ്ക് എന്തുമാത്രമാണെന്ന വിമർശനാത്മകമായ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പലയിടത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഡെമോക്രാറ്റിക് വാല്യൂസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പിറകിലിരുത്തിയതും കണ്ടു. എങ്ങനെയാണ് കോൺഗ്രസ് ഇന്നത്തെ മോദിയുടെ പ്രസംഗത്തെ കാണുന്നത്? അതിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്നോടാണോ നിഷാദ്? യെസ്, അനിൽ ബോസ്. കേൾക്കുന്നില്ലേ? സനിൽ ബോസ്, ഞാൻ കേൾക്കുന്നു. നിലവിൽ കോൺഗ്രസ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വിലയിരുത്തുന്നത് കാലാകാലങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഒരു ചവിട്ടുനാടകത്തിൻ്റെ തനിയാവിഷ്കരണം, ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രസംഗം എന്നതിനപ്പുറം ഒരു പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നൽകുന്നില്ല. അദ്ദേഹത്തിന് ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ചോ ഇന്ത്യൻ ജനതയുടെ മനോഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ നടന്നുവെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുടെയും ആണെങ്കിലും അദ്ദേഹത്തിന് ആ കസേരയിൽ, ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമുവിന് ആ കസേരയിൽ വരാൻ അവസരമൊരുക്കിയ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ എന്തായാലും BJP. ഇന്ത്യൻ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ ഇറക്കുന്ന ഒരു പ്രോട്ടോകോൾ ഈ രാജ്യത്തുണ്ട്, പ്രസിഡൻസ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് നിഷാദെ. വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ആഘോഷങ്ങളെ സംബന്ധിച്ച്, സംസ്ഥാനത്തിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ആ പറയുന്നതിൽ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഭരണഘടനാപരമാകണം, നിയമങ്ങൾക്കും നീതിക്കും വിധേയമായിട്ടായിരിക്കണം. ഇന്ന് അദ്ദേഹം കാണിച്ചത് നിങ്ങളൊന്ന് നോക്കൂ. ഇന്ത്യൻ പ്രസിഡന്റ് 1979 ഇറക്കി കാലോചിതമായി പല ഘട്ടങ്ങളിൽ പരിഷ്കരിച്ച് ഏറ്റവും അവസാനവും പരിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ് ഇറക്കിയ പ്രോട്ടോകോൾ ലിസ്റ്റുണ്ട്. അതിൻ്റെ മുൻഗണനാക്രമത്തിൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ സമാന കാറ്റഗറിയിലാണ് വരുന്നത്. അവരുടെ ക്രമം 7ാമതാണ്.
ആ 7ാം ക്രമത്തിൽപ്പെടുന്ന അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമനും മുന്നിലിരിപ്പിടം, ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾക്ക് പുറകിലിരിപ്പിടം, ഇതാരാ തീരുമാനിക്കുന്നത്? ഇത് ഏത് മാനദണ്ഡം അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പ്രോട്ടോകോൾ ലംഘിക്കാൻ ആരാണ് അധികാരം ഇവർക്ക് നൽകിയിട്ടുള്ളത്? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യണ്ടേ? ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയെ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ 78ാം ദിനം വളരെ വിപുലമായി നാം ഒന്നിച്ച് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ്, നടപടിക്രമം, ഒരു പ്രോട്ടോകോൾ, അത് ലംഘിച്ചുകൊണ്ട് ധാർഷ്ട്യ രാഷ്ട്രീയത്തിൻ്റെ മൂർത്തിഭാവമായി പ്രധാനമന്ത്രി മാറുമ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ജൽപ്പനങ്ങൾ കേട്ടിട്ട് അതെല്ലാം ഈ രാജ്യത്തിൻ്റെ പൊതുവായ മുന്നോട്ട് പോക്കിന് ഗുണമാകും എന്നുള്ള തലത്തിൽ വിലയിരുത്തണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, പറയുന്നു എന്ന് ഞാൻ ധരിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ പറയുന്നവരോട് പുച്ഛമാണ് ഇന്ത്യൻ പൊതുസമൂഹത്തിനുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും ഇന്ത്യൻ ഡെമോക്രസിയെയും ഇന്ത്യയിൽ നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഫാസിസ്റ്റ് ശൈലിയിൽ, സ്വേച്ഛാധിപത്യ ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളിൽ നിന്ന് ഇതിനപ്പുറം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കേവലമായ 32 അംഗങ്ങളുടെ പിൻബലത്തിൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഭരണം കിട്ടുമ്പോഴെങ്കിലും ഈ തിരിച്ചടിയിൽ നിന്നെങ്കിലും ഈ ഭരണകൂടം തിരുത്തുമെന്ന് കരുതിയെങ്കിൽ അങ്ങനെ തിരുത്താൻ പോകുന്നില്ല എന്നാണ് അവരുടെ ഭാവമെങ്കിൽ അവരുടെ ഇരിപ്പിടം ഇന്ത്യൻ ജനത നിശ്ചയിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ഒരു കടലാസിൻ്റെ വില പോലും ഞങ്ങൾ കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയാകട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഭരണ നടപടിക്രമങ്ങളാകട്ടെ, ഒരു ഘട്ടത്തിലും ഇന്ത്യൻ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന സമീപനത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം പറയുന്ന വാക്കും പ്രവൃത്തിയും 2 തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും അങ്ങനെ തന്നെയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്നത്തെ സ്വാതന്ത്ര്യദിനം പോലെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ ആഘോഷിക്കേണ്ട ഒരു ചടങ്ങിൽ പോലും അത്രയും അല്പത്തരമാണ് അരങ്ങേറുന്നത്. ഇതിനെതിരെ വ്യാപകമായി ജനങ്ങൾ പ്രതികരിക്കും എന്ന ഞാൻ ആ വിഷയം എടുത്തിട്ട് വരാം. അനിൽ ബോസ്, പിന്റു മഹാദേവ് പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. ക്യാബിനറ്റ് റാങ്കുള്ള മറ്റുള്ള ആളുകളും ഫ്രണ്ടിലിരിക്കുമ്പോൾ 4ാമത്തെ പിന്നിലെ വരിയിലേക്ക് തള്ളിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ജനാധിപത്യം എന്ന ആശയത്തിന് 5ാമത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിനോട് ഒരു കാര്യം കൂടി, നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എന്തുമാത്രം തരംതാണതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അനിൽ ബോസ് രാഷ്ട്രപതിക്ക് പരാതിയും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് ചൂണ്ടിക്കാണിച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ വലിയ വായിൽ 1.25 മണിക്കൂർ രാഷ്ട്രീയവും സദാചാരവും ജനാധിപത്യവും പ്രസംഗിച്ചാൽ അതിന്റെ വാല്യൂ എത്രയാണ് ശ്രീ പ്രിന്റു? ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ആദരണീയനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുദീർഘമായിട്ടുള്ള പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത്. 98 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ വികസനത്തെ ഊന്നിക്കൊണ്ടുള്ള സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം വികസിത ഭാരതം. 2047 ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി 100ാം വർഷത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യം വികസിത ഭാരതം, എൻ്റെ ഇന്ത്യ ഒന്നാമതാകണം എന്നുള്ള നമ്മളുടെ സൃഷ്ടിപരമായിട്ടുള്ള ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷനിലേക്കുള്ള അടിത്തറ പാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞത്. ഈ രാജ്യത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞു, ലോകത്തെ മുഴുവൻ ശക്തികളും ഈ രാജ്യത്തെ ഭാരതത്തെ ഒരു സൂപ്പർ പവറായിട്ടാണ് കാണുന്നത്. ഈ സൂപ്പർ പവറായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, 40 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. നമ്മൾ ഒരുമിച്ച് 140 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വികസിത ഭാരതം എന്ന് പറയുന്ന നമ്മളുടെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്ത് 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചു, അദ്ദേഹം നടത്തിയിട്ടുള്ള പദ്ധതികളിൽ പലതും നിങ്ങൾ പറഞ്ഞ പോലെ എവിടെയാണ് അതിൻ്റെ കണക്കുകൾ, എവിടെയാണത് നടപ്പിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു 2.5 കോടി ജനങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. 10 കോടി സംരംഭകർ, അതായത് വനിതകളായിട്ടുള്ള 10 കോടി സംരംഭകർ സൃഷ്ടിക്കുന്നു ഈ രാജ്യത്ത്. അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അദ്ദേഹം തുടരുന്നു. അതിന് സൂചിപ്പിച്ച പോലെ 5 പോയിന്റ്, 5 പോയിന്റിനകത്ത് അദ്ദേഹം അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മതേതര സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അതോടൊപ്പം നമ്മൾ അങ്ങ് ഇന്ന് പരാമർശിക്കപ്പെടാതെ പോയി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങ് പരാമർശിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ ദുരന്തം നടന്നു, വയനാട് ദുരന്തം നടന്നു, ചുരൽമല ദുരന്തം നടന്നു. അതിനെക്കുറിച്ച് ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ഇവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യമുണ്ടെന്നുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഒരു അവതാരകൻ എന്ന രീതിയിൽ അതുകൂടി സൂചിപ്പിക്കാം. വിമർശനങ്ങളാവാം. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ കാരണം അങ്ങനെ വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ലാത്തതുകൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല.
അല്ല അങ്ങനെയല്ല സാർ നമ്മുടെ രാജ്യത്ത് നമ്മൾ അതും കൂടി പറയണല്ലോ. നിങ്ങളെല്ലാം നെഗറ്റീവായിട്ട് കാണണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന രീതിയിൽ നമ്മളെല്ലാവരും വലിയ ദുരന്തമുഖത്ത് വളരെ കണ്ണീർ കടലായിട്ടുള്ള വയനാടുണ്ട്. ആ വയനാടിനെ സർവ്വസ്പർശിയായിട്ട് വയനാടിൻ്റെ കാര്യങ്ങളിൽ വന്ന് വയനാടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ ഒരാളാണ്. ആ രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങ് തുടക്കത്തിൽ വേണമെങ്കിൽ ഒരു മാധ്യമധർമ്മം മര്യാദ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറയാമായിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ നരേന്ദ്രമോദി വിമർശിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ, നിങ്ങൾ കവല പ്രസംഗം എന്ന് പറഞ്ഞോ? പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാനുള്ള ഒരു മര്യാദ കാണിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ്. അങ്ങ് വേണമെങ്കിൽ പാലിക്കാം. നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ദീർഘപ്രസംഗത്തെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യത്തിൽ എന്തുമാത്രം ഫാക്ട് ഉണ്ട്, എന്തുമാത്രം ധാർമ്മികമായ സംഗതി ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്നും എടുത്തു പോകാൻ തോന്നുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവായ ഒരാളെ, പ്രതിപക്ഷ നേതാവിനെ, രാഹുൽ ഗാന്ധി എന്നുള്ള പേരിട്ടേക്കൂ, പ്രതിപക്ഷ നേതാവിനെ 5ാം നിരയിലേക്ക് തള്ളി ഒതുക്കുന്നത് എന്തുമാത്രം ചീപ്പാണ് പ്രിന്റു? അല്ല, ഇനി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്ന്, അദ്ദേഹത്തെ അങ്ങനെ 5ാം നിരയിലേക്ക് തരം താഴ്ത്തിയതാകാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാറില്ല. നമ്മൾ അങ്ങനെയാണല്ലോ. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലും MP എന്ന രീതിയിലും ഒരു ഭരണകക്ഷിയുടെ 2ാമനോ 1ാമനോ എന്ന രീതിയിലും ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിലൊന്നും അദ്ദേഹത്തെ ആരും നമ്മളാരും കാണാറില്ല. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടിയിട്ടും ഇതിനകത്ത് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയവും ആശങ്കയും അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള സമയത്ത് പ്രതിപക്ഷ നേതാവുള്ള ഇപ്പോഴാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞത്. 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് വരുന്നത്. പ്രതിപക്ഷ നേതാവിന് ഫ്രണ്ടിൽ കസേര ഉണ്ടാവുക എന്നത് പ്രോട്ടോകോളാണ്. നിങ്ങൾ തന്നെ മുൻ പ്രധാനമന്ത്രിമാർ സ്വീകരിച്ചു വന്ന മര്യാദയാണ്. എന്നിട്ട് നിങ്ങൾ അദ്ദേഹം വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, 5ാം നിരയിൽ കസേര വെച്ചത് അങ്ങനെയല്ല. അദ്ദേഹം അവിടെ പോയിരുന്നതാണ്. അദ്ദേഹത്തിന് അവിടെ കസേര ഒന്നും ഉണ്ടായിരുന്നില്ല. സ്പോർട്സ് താരങ്ങൾക്കൊപ്പം പോയി അദ്ദേഹം പോയിരുന്നതാണ്. അദ്ദേഹം അവിടെ പ്രത്യേക ചെയർ ഇട്ടത് കൊടുത്തൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല സാർ. ക്ഷണിക്കപ്പെട്ട ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് ആ പരിപാടിയിൽ പങ്കെടുക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതിനനുസരിച്ച് ഒഴിഞ്ഞ കസേര ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് പ്രഖ്യാപനമല്ലോ നടത്തേണ്ടത്. ഗവൺമെന്റ് പ്രോട്ടോകോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കല്യാണ വീട്ടിൽ ആള് വരുന്നതിനെ കുറിച്ചുള്ള ആ സില്ലി മൂഡിൽ സംസാരിക്കല്ലേ? ഔദ്യോഗിക എനിക്ക് പ്രിന്റിനോട് ആവശ്യത്തിൽ ചോദ്യമല്ല. പ്രിന്റു ഈ നിലവാരത്തിലാണ് മറുപടി പറഞ്ഞെങ്കിൽ എനിക്ക് ചോദ്യം അദ്ദേഹം ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി കാണിച്ചൊരു നിലവാര തകർച്ചയുണ്ട്. അത് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്. സ്പോർട്സ് താരങ്ങളുടെ കൂടെ പോയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഒരു അങ്ങനെയല്ലല്ലോ. അദ്ദേഹം സ്പോർട്സ് താരങ്ങളുടെ കൂടെ പോയിരിക്കേണ്ട ഒരാളല്ലല്ലോ. അതേ സ്പോർട്സ് താരങ്ങളുടെ കൂടെ പോയിരിക്കേണ്ട ഒരാളാണല്ലോ. കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി അങ്ങനെയാണല്ലോ. കൃത്യമായിട്ട് അങ്ങനെയാണല്ലോ ഒഫീഷ്യലായിട്ട് ഇടുമല്ലോ. നിങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു സംവിധാനമാണല്ലോ, ഒരു പ്രോട്ടോകോൾ സംവിധാനമാണല്ലോ. ഒരു വിദണ്ഡവാദമാണ്. പോട്ടെ, അദ്ദേഹം അവസാനത്തെ മൊമെന്റിൽ കയറി വന്നാണ്. ഒരു കസേര ഇല്ലായിരുന്നോ ഫ്രണ്ടിലിടാൻ? അല്ല, അങ്ങനെ കൊടുക്കാൻ സാധിക്കും സാർ. ഇതൊരു സംവിധാനമല്ലേ, ഒരു സംവിധാനത്തിന്റെ ഭാഗമായി. ക്ഷണിക്കപ്പെട്ട അതിഥികൾ തന്നെയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ്. ഇപ്പൊ പ്രതിപക്ഷം നേരെ അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയ നാടകമുണ്ട്. മനസ്സിലാവും പ്രിന്റു ഇത് പറയല്ലേ? നിങ്ങളൊരു പാർട്ടിയുടെ ഡിഫൻസ് അല്ല, ഇതാണ് ഫാക്ട്. അങ്ങനെയല്ല സാർ. രാഹുൽ ഗാന്ധിയെ ബോധപൂർവം ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയെന്ന് എങ്ങനെയാണ് പറയുക? അങ്ങനെയല്ലല്ലോ. മല്ലികാർജുൻ ഖാർഗെ നിങ്ങൾ കഴിഞ്ഞ 6ാമത്തെ റോയിലോ 5ാമത്തെ റോയിലോ നിങ്ങളുടെ എല്ലാവരോടുള്ള സമീപനം ഇതാണ്. നിങ്ങളുടെ ആളുകൾ മാത്രം ഫ്രണ്ട് ഇരുന്നാൽ മതി. രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞു കേട്ടു, ഞാനുള്ളപ്പോൾ മോദിജി സഭയിൽ കയറി വരില്ല, എന്റെ പ്രസംഗം കേട്ടിരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലാന്ന്. സത്യത്തിൽ 1.5 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുമ്പോൾ രാഹുലിനെ മുന്നിൽ കണ്ടാൽ കോൺഫിഡൻസ് പോകുന്നുള്ള പ്രശ്നമായിരുന്നോ ഇനിയിപ്പോ? ആണോ പ്രിന്റു? അത് നിഷാന്ത് സാറേ, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിന്ന് കാണുന്ന സമയത്ത് കോൺഫിഡൻസ് തകരും എന്നൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതിനകത്തൊരു ഫാക്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു കാര്യത്തിൽ ഒരാളെ അതിഥി എന്ന രീതിയിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ സംവിധാനം ഭരണഘടനാ പദവിയാണല്ലോ. അങ്ങനെ താങ്കളുടെ ഇൻഫർമേഷൻ എന്താണ്? പ്രധാനമന്ത്രി ഓപ്പോസിഷൻ ലീഡറുടെ ഓഫീസിനെ അറിയിച്ചു, മറുപടി കൊടുക്കാത്തതുകൊണ്ട് കസേര തയ്യാറാക്കിയില്ല. അങ്ങനെയാണോ ഒഫീഷ്യൽ ഇൻഫർമേഷൻ താങ്കൾക്കുള്ളത്? ഞാൻ എവിടെയും സർക്കാരിന്റെ വിശദീകരണമായി കേട്ടില്ല.
നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള സാർ നിഷാന്ത് സാർ അങ്ങ് ചർച്ച കഴിഞ്ഞ ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ഇരിപ്പിടം ഒരുക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഈ സ്പോർട്സ് താരങ്ങൾ അപ്പുറത്ത് പോയിരിക്കുന്നു. അപ്പോൾ അവിടെയും അദ്ദേഹം ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട 78ാം സ്വാതന്ത്ര്യത്തിലും പ്രതിപക്ഷ നേതാവിനും നരേന്ദ്രമോദി ഇപ്പുറത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്ത് രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ അല്ല, അനിൽ ബോസ് കേൾക്കൂ, നിഷ്കളങ്കമായ ഒരു മനുഷ്യൻ പറഞ്ഞു കേൾക്കൂ. അതായത് ഫ്രണ്ടിൽ കസേര ഇരുത്തി ആദരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നാമത് ഞാൻ വരുമോ ഇല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്രതീക്ഷിതമായി കയറി വന്നാൽ പെട്ടെന്നൊരു കസേര എടുത്ത് മുന്നിലിരുത്താൻ പറ്റുമോ? അതൊക്കെ ഭയങ്കര പരിപാടിയാണ്. പിന്നെ അദ്ദേഹം സിമ്പതി കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഡ്രാമ സെറ്റ് ചെയ്ത് അപ്പുറത്ത് മെഡൽ കിട്ടിയ ആൾക്കാരുടെ കൂടെ പോയി ഇരിക്കുകയാണ് എന്നാണ്. ഈ നിഷാദെ തെക്കും വടക്കും അറിയാത്തവന്മാരെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇന്ത്യ ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് മിനിമം മനസ്സിലാക്കിയിട്ട് ആണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ അയാൾ ഇങ്ങനെ പറയുമായിരുന്നില്ല. ഇതൊക്കെ വെറും തറ ഇടപാടാണ്. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. ഇത് വെറും തറ ഇടപാടാണ്. മനസ്സിലായില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷം, അതിൻ്റെ അകത്ത് രാഷ്ട്രപതി ഇറക്കിയിരിക്കുന്ന പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോളിനനുസരിച്ച് പോകുന്ന ഇൻവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സ്, മുൻ പ്രൈം മിനിസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ, ഭാരതരത്നവും കിട്ടിയിട്ടുള്ള ആളുകൾ, പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഇവരുടെ ആളല്ലേ അജിത് ഡോവൽ, അങ്ങനെ തുടങ്ങി വരുന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അടക്കം ഇരിക്കേണ്ട സദസ്സിൽ കൃത്യമായ പ്രോട്ടോകോളുണ്ട്. അത് 1979 മുതൽ തുടങ്ങി കാലോചിതമായി പരിഷ്കരിച്ച് ഇപ്പോഴിരിക്കുന്ന രാഷ്ട്രപതി അടക്കം എടുത്തിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പ്രസിഡൻസ് ആണ്. അതിൻ്റെ അകത്ത് 7ാമത്തെ റാങ്കിലാണ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന ആളുകൾക്ക് കൃത്യമായി ചെയറുണ്ടാവും. ഇത് RSSന്റെ സംഘപരിവാറിൻ്റെ പരിപാടിയല്ലേ നടക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ് പരിപാടിയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ, മണ്ഡലം കമ്മിറ്റിയുടെ, ഓണാഘോഷ ക്ലബിൻ്റെ പരിപാടിയല്ല നടക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ പരിപാടിയാണ്. ആ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ആ രാജ്യത്തൊരു നിയമമുണ്ട്, ആ രാജ്യത്ത് രാഷ്ട്രപതി എടുക്കുന്ന ഒരു ഉത്തരവിനെ സംബന്ധിച്ച് നാട്ടിൽ നിലനിൽക്കുന്ന മുൻഗണനാ ക്രമമുണ്ട്. ഒരു പരിപാടിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തമാശ പറയുക, കളിക്കുക, അതിനാണോ ഈ രാജ്യത്ത് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഡിഫൻസ് വേണമെന്ന ആവശ്യമാണ്. പക്ഷേ അനിൽ ബോസ് ആ പോയിന്റ് എനിക്ക് മനസ്സിലായി. പക്ഷേ അനിൽ ബോസ് ഒരു സെക്കൻഡ് ഇവിടെ ഞാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചു എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ആക്ഷേപിച്ചു എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഇന്ത്യയുടെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, അത് എക്സോർവൈ, നാളെ നിഷാദ് ആവട്ടെന്ന്. എക്സോർവൈ ആരായാലും ഇന്ത്യയിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഇറക്കിയ പ്രോട്ടോകോൾ പ്രകാരം പാലിക്കേണ്ട ഒരു പ്രസിഡൻസ് ഇവിടെ നിലനിൽക്കുന്നു. അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഈ കായിക താരങ്ങളെ ആദരിക്കരുതെന്ന് ആര് പറഞ്ഞു? അങ്ങനെ കായിക താരങ്ങളോട് ആദരവുണ്ടെങ്കിൽ ആ ഗുസ്തി താരങ്ങൾ സമരം ചെയ്തപ്പോൾ അത് പരിഹരിക്കാൻ പോണ്ടേ? ഒളിമ്പിക്സ് വില്ലേജിൽ എങ്ങനെയാണ് ഒളിമ്പിക് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ അവിടെ പോയി പങ്കെടുത്തതെന്ന് ഈ ഗവൺമെൻറ് പറയണ്ടേ? അതുപോലെ വിനേഷ് ഫോഗട്ടിന്റെ മെഡലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഗവൺമെന്റ് ഒരു നിലപാട് പ്രഖ്യാപിക്കണ്ടേ? ആ കായിക താരത്തെ ആക്ഷേപിച്ചുകൊണ്ട് PT ഉഷ പോലും ഈ ഗവൺമെന്റ് ഭാഗമായി രംഗത്ത് വന്നില്ലേ? കായിക പ്രോട്ടോകോൾ എന്ന് പറയുന്ന സംഗതി ഉണ്ട്, അതിനെക്കുറിച്ച് സർക്കാരിന് അറിയില്ല എന്നാണ് അനിൽ ബോസ് കടത്തിപ്പറഞ്ഞ വാചകങ്ങളൊക്കെ ഞാൻ വെട്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും പ്രോട്ടോകോൾ പ്രശ്നം അവിടെ ഉണ്ട്. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ്. ഇതൊന്നും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുകയല്ല. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ വിസിബിലിറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുക? അത് പാർലമെന്റിനകത്തും പുറത്തും എല്ലാം നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ പ്രൊട്ടസ്റ്റുകളെ ക്യാമറയിൽ പെടുത്താതിരിക്കുക, അവരെ പുറത്താക്കുക, കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക, അവർക്ക് ശബ്ദിക്കാൻ അനുമതി കൊടുക്കാതിരിക്കുക, അവരെ പിൻനിരയിലാക്കുക. ഇത് തുടക്കത്തിൽ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണിത്. ചെയ്തോ, പക്ഷെ ചെയ്തിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വാചകം 1 മണിക്കൂർ 38 മിനിറ്റ് വെച്ച് കാച്ചരുത്. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അനിൽ ബോസ് പ്രോട്ടോകോളിനെ കുറിച്ച് പറഞ്ഞ സമയത്തും ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും പാലിക്കപ്പെടാനുള്ളതാണല്ലോ. സഭയുടെ എല്ലാ പ്രോട്ടോകോളും കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പാലിക്കപ്പെടാറുണ്ടല്ലോ. ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റ് കൊടുത്തത് കൊണ്ടുള്ള പ്രശ്നം നരേന്ദ്രമോദിക്കും സർക്കാരും ഉണ്ടാകും നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇതിനകത്ത് പരസ്പരം പാലിക്കപ്പെടേണ്ട പല ചട്ടങ്ങളുണ്ട്, പല സംവിധാനങ്ങളുണ്ട്. സർക്കാർ കൃത്യമായിട്ട് ചില കാര്യങ്ങളിൽ പറഞ്ഞ സമയത്ത് അതിനോട് പ്രതികരിക്കണം. അതിനോട് പ്രതികരിക്കാതെ കൃത്യമായിട്ട് ഇത് പ്രോട്ടോകോൾ പ്രകാരമല്ല, ഞങ്ങളുടെ അവകാശമാണ്, തോന്നുന്ന സമയത്ത് വന്നിരുന്ന ഞങ്ങൾക്ക് സീറ്റ് ഇട്ട് തരുമെന്നൊക്കെ പറയുന്നത് ഇത് ചന്തയൊന്നുമല്ലല്ലോ. ചന്തയൊന്നുമല്ലല്ലോ. ഈ രാജ്യത്തിന്
അധികാരത്തിൽ സംസാരിക്കല്ലേ. ഇന്ത്യ നിങ്ങളുടെ അല്ല, ഇന്ത്യ രാഹുൽ ഗാന്ധി നമ്മളെ എല്ലാവരുടെ കൂടെയാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ പ്രോട്ടോകോളുകളും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഞങ്ങൾക്ക് പാലിക്കേണ്ടത് ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങൾക്ക് വരുന്ന സമയത്ത് കസാര ഇട്ട് തരുമെന്ന് പറയാൻ കോൺഗ്രസുകാരുടെ കുടുംബ സ്വത്തൊന്നുമല്ല ഇന്ത്യ. അങ്ങനെ തറവാട്ട് സ്വന്തം അതും കൂടി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസുകാരല്ലോ പ്രതിപക്ഷ നേതാവിനെ പരിഗണിക്കുക എന്നതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധി അല്ല. ഞാൻ ചോദിക്കട്ടെ, തിരിച്ചു മറുപടി അയക്കാത്തതുകൊണ്ട് കസേരയിട്ടില്ല എന്ന വാദം വിദണ്ഡവാദമാണ്. പ്രിന്റു വിദണ്ഡവാദമാണ്. വിദണ്ഡവാദമാണ്. തീരുമാനിച്ചോളും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. അതെ അതെ, ഞങ്ങൾ ജനങ്ങൾക്കറിയാമല്ലോ രാഹുൽ ഗാന്ധിയുടെ പക്വത. അത് നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ പക്വത എത്രത്തോളം നമുക്കറിയാമല്ലോ. സത്യത്തിൽ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ കഴിഞ്ഞ 10 വർഷം ഒരു നിലയ്ക്കും പ്രതിപക്ഷത്തെ പരിഗണിക്കാതെ പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തി പ്രതിപക്ഷ നേതാവ് എന്നൊരു സംഗതിയെക്കുറിച്ച് മോദിക്ക് പരിചയമില്ലല്ലോ. മോദിക്ക് എവിടെയും പരിചയമില്ലല്ലോ. അങ്ങനെ ഇരിക്കെ 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി കിട്ടുന്നു. ആ തിരിച്ചടിയിലൂടെ ഒരു പ്രതിപക്ഷ നേതാവ് ഒഫീഷ്യലി രൂപം കൊള്ളുന്നു. ആ പ്രതിപക്ഷ നേതാവ് സർവ്വ പ്രിവിലേജോടും കൂടി വരുന്നു. ആ കാഴ്ച എന്ന് പറയുന്നത്, ആ അനുഭവം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഡിസ്റ്റർബിംഗ് ആണോ? അത് ഇല്ലാതാക്കാൻ അദ്ദേഹം പല വളഞ്ഞ വഴി നോക്കുന്നതാണോ ഈ കാണുന്നത്? അല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ പരമാവധി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. അത് പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, BJP എന്ന പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയും സ്വയം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ് മൂലം അതിന് സഹായകരമായ ഒരു അന്തരീക്ഷം അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കി കൊടുത്തു. BJPക്ക് ഗോൾ അടിക്കാനുള്ള കുറേ അവസരങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ 99 സീറ്റുമായിട്ട് ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് എന്നതിനേക്കാൾ ഉപരി ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവിടെ വന്ന് ഇരിക്കുകയും പ്രസംഗം നടത്തുകയും ഇപ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് അപ്പുറം സ്പീക്കർ എന്ന ഓം ബിർള എന്ന സ്പീക്കറെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ പരമാവധി, പ്രതിപക്ഷ നേതാവിനെ പരമാവധി ഇകഴ്ത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രസംഗത്തിലും കാണുന്നതാണ്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓം ബിർള പറയും, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സംസാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധി ഒരു കുട്ടിയെപ്പോലെ പക്വതയില്ലാതെ സംസാരിക്കുകയാണ് എന്ന തരത്തിലൊരു ധ്വനി ആ ഒരു സംസാരത്തിലുണ്ട്. അത് കൂടെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം 3ഓ 4ഓ തവണ പറഞ്ഞു. ഈ അടുത്ത പ്രസംഗത്തിലും ബജറ്റ് പ്രസംഗത്തിലും രാഹുൽ ഗാന്ധി കുറച്ചുകൂടി നല്ലൊരു പ്രസംഗമാണ് കാഴ്ചവെച്ചത്. അന്നും അദ്ദേഹം ഈ കാര്യങ്ങൾ 1-2 തവണ പറയുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും ഓം ബിർളയെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയും സാഷ്ടാംഗ പ്രണമിക്കുന്നത് പോലെയൊക്കെ കാണിക്കുകയും പ്രധാനമന്ത്രിയുടെ ഒരു അടിമയെ പോലെ അദ്ദേഹം പറയുന്നത് മാത്രം വേദവാക്യമാക്കി എടുത്ത് സഭയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓം ബിർളയെ അദ്ദേഹവും അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ TV-യിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നോക്കുന്നതൊക്കെ അദ്ദേഹം നേരിട്ട് കുറച്ചുകൂടി അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കാണിക്കാത്ത രീതിയിലുള്ള ഒരു വളരെ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ BJPക്കാർ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഈ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഇൻഫാൻറ്റിലൈസ് എന്ന് പറയും. അദ്ദേഹത്തെ ഒരു കുട്ടിയാണ് എന്ന രീതിയിൽ ഇയാളൊരു ബാലക് ബുദ്ധിയാണെന്ന് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ബാലക് ബുദ്ധി, ചെറിയ ബാലനെ പോലെ. അപ്പോൾ ഇൻഫാൻറ്റിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ 10 വർഷമായിട്ട് പപ്പു ആക്കി മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയതിന് ശേഷം ഇപ്പോൾ അവരതും വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാരത് ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും സീറ്റും ജയിച്ച് വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് വലിയ കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ പ്രസംഗങ്ങൾ ഏത് പ്രസംഗം മാറ്റിയും മറിച്ചും അദ്ദേഹം അടുത്ത വർഷവും ചെയ്യും. അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കഥാപ്രസംഗം ഈ സാംബശിവനെ പോലെ ഇങ്ങനെ ഒരു കവലപ്രസംഗം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അത് ഓരോ വർഷവും പറയുന്നത് 40%, 75% കഴിഞ്ഞ തവണ പറഞ്ഞത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ മാറ്റി പറയും. എന്നിട്ട് കുറേ റെട്ടോറിക്കും എല്ലാം ശോഭനമാകാൻ പോവുകയാണ്. 2047 നമ്മൾ വലിയ ലോകത്തെ 2ാമത്തെ ഇക്കോണമി ആകും എന്ന തരത്തിലൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു.
നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ 2022 ആകുമ്പോഴത്തേക്ക് കർഷകർക്ക് അവരുടെ ഇൻകം ഇരട്ടിയാകും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നു. കാരണം അതായിട്ടില്ല. അതിനുശേഷവും പിന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ ഇന്നിപ്പോൾ അദ്ദേഹം സെക്യുലർ സിവിൽ കോഡിനെ കുറിച്ച് വരെ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി എഴുത്തിക്കാട്ടുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഒരു ബാലകനായി ചിത്രീകരിക്കുക, അദ്ദേഹത്തിനെ പരമാവധി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അത് പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ കൂടി, ഗാന്ധി കുടുംബത്തെ കൂടി, കോൺഗ്രസ് എന്ന പാർട്ടിയെ കൂടി ഇല്ലാതാക്കുക. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, രാഹുൽ ഗാന്ധിയെ ചെറുതാക്കി കളയാനാണ് വിചാരിച്ചത്. ഇന്ന് പക്ഷേ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്ന ഈ വിവേചന സമീപനത്തിനകത്തെ ചീപ്നെസ് ആണെന്ന് കൂടി നമ്മൾ എടുത്തു കാണേണ്ട കാര്യമാണ്. അല്ല പ്രിന്റു, അത് വിട്ടാലേ ഈ ദീർഘനേരം പ്രസംഗിക്കുന്നത് പലതും നേരത്തെ ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആവർത്തന വിരസമായ വാചാടോപങ്ങളാണ് എന്നതാണ്. അമൃത മഹോത്സവത്തിലാണ് വാഗ്ദത്തം ചെയ്തത്. അതായത് 75ാം വാർഷികത്തിൽ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയായിരിക്കും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് 3 സ്വാതന്ത്ര്യ ദിനങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഇരട്ടിയായിട്ടില്ല. അദ്ദേഹം ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു, ആ ഗ്രാമത്തിൽ വരെ വൈദ്യുതി എത്തിയിരിക്കുന്നു. ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ഗ്രാമത്തിൽ ഇനിയും വൈദ്യുതി വന്നിട്ടില്ല. ഫൈട്രിൽ എക്കണോമി അദ്ദേഹം വാഗ്ദത്തം ചെയ്തതാണ്, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്തിയിട്ടില്ല. കർഷകരുടെ മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അർദ്ധസത്യങ്ങൾ, പരിഹരിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ, അതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമായ പ്രസംഗം 1 മണിക്കൂർ 38 മിനിറ്റ്? നമ്മളല്ലേ ഇതൊക്കെ കേൾക്കേണ്ടത്? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ, ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിലെ 20 കോടി ജനങ്ങൾക്ക് സ്വജൽ യോജന പ്രകാരം അദ്ദേഹത്തിന് കുടിവെള്ളം എത്തിയതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യം മോചിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയും. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിനകത്ത് വൈദ്യുതി എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനപ്പുറത്ത് ഈ രാജ്യത്ത് 10 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗത്തിനകത്തെ വ്യാജം, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആവർത്തിക്കുന്ന വാഗ്ദാന ലംഘനങ്ങൾ, വ്യാജ നിർമ്മിതികൾ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കണക്ക് തന്നെ തരാം. ഈ നാഷണൽ മീഡിയയിലെ പല പോർട്ടലുകളും അത് ഓഡിറ്റ് ചെയ്ത് 9 വർഷത്തെ നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യ ദിന പ്രസംഗങ്ങളെ ഓഡിറ്റ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിറയെ വ്യാജങ്ങൾ കാണാം, നിറയെ അവകാശവാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ കാണാം. ഞാൻ അയച്ചു തരാം. വ്യാജ നിർമ്മിതികൾ ഇല്ല സാർ. എവിടെയാണ് വ്യാജ നിർമ്മിതികൾ? അദ്ദേഹം ഇന്ന് പറഞ്ഞില്ലായത് ഈ രാജ്യത്തിലെ 10 കോടി സംരംഭകർ, സ്ത്രീ സംരംഭകരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് സത്യമാണ്. നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യൂ. 2.5 കോടി വൈദ്യുതി കൊടുത്ത് കേരളത്തിലടക്കം, കേരളത്തിലെ 323 പ്രദേശങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല സാർ. ആ 323 പ്രദേശങ്ങളിൽ ഇന്ന് വൈദ്യുതി കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഭീകരവാദത്തെ കുറിച്ച് പറയുന്നു, അതോടൊപ്പം സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്നു. നിങ്ങൾ അതെന്താ പറയാത്തത്? കശ്മീരിൽ ഇപ്പൊ എന്താ കേൾക്കുന്ന പറഞ്ഞേ? അല്ല, ഭീകരവാദത്തിന്റെ കാര്യം പറ. കശ്മീരിൽ ഇപ്പൊ എന്താ നമ്മൾ നിങ്ങൾ പറഞ്ഞല്ലോ, അല്ല നിങ്ങൾ പറഞ്ഞില്ല നേരത്തെ, നിങ്ങൾ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് കർഷകർക്ക് ഇരട്ടിയായില്ല എന്ന്. നിഷാദ് സാർ, നിങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ കർഷക ബില്ലിനെ കുറിച്ചൊന്ന് ആഴത്തിൽ പഠിക്കൂ. ആ കർഷക ബില്ല് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്ന ഒരു സംശയം വേണ്ട. അല്ല നിങ്ങൾ പഠിച്ചു നോക്കൂ. ഞാനൊന്ന് പറയട്ടെ, ആ കർഷക ബില്ല് രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ കർഷകന് അദ്ദേഹം ഇന്ന് കിട്ടുന്നതിനേക്കാൾ 5 ഇരട്ടിയും 6 ഇരട്ടിയും വരുമാനം കിട്ടുമായിരുന്നു. ഇടനിലക്കാരിൽ നിന്ന് ഈ കർഷകരെ വൻ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അത് നടപ്പിലാക്കാൻ ഈ രാജ്യത്ത് ശ്രമിച്ചോ? അദ്ദേഹം കണ്ണീരോട് കൂടിയാണ് അവസാനം ഈ കർഷക, നിങ്ങൾ പറഞ്ഞല്ലോ 75ാം വർഷത്തിൽ പറഞ്ഞു, അത് ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിച്ചപ്പോൾ ഈ രാജ്യത്തെ കർഷക കലാപത്തിന്റെ പേരിൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് കലാപത്തിന് ശ്രമിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ കണ്ണീരോട് കൂടിയാണ് അദ്ദേഹം കർഷക ബില്ല് പിൻവലിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിയുടെ എല്ലാ അർത്ഥത്തിലുള്ള ബ്ലൂ പ്രിന്റ് ആണ് 10 വർഷം കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാം പൂർണ്ണമായും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് തൊഴിലിന് വേണ്ടി കൊണ്ടുവന്ന ബില്ല് ഏതാണ്? അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങൾ പറഞ്ഞ 10 കോടി സംരംഭകരായിട്ടുള്ള സ്ത്രീകളെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്ക് 10 കോടി തൊഴിലല്ല സാർ? അത് തൊഴിലല്ലേ? നിങ്ങൾ തൊഴിൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് മാത്രം ചിന്തിക്കല്ലേ. ഈ രാജ്യത്തിലെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട്. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, കേരളത്തിലടക്കം സ്റ്റാർട്ടപ്പ് പദ്ധതികളിൽ 2 ലക്ഷം യുവാക്കൾ തൊഴിൽ ചെയ്യുന്നുണ്ട് സാർ. മുദ്രാ ബാങ്കിന്റെ ലോൺ, ബാങ്കുകളെ ജനകീയവൽക്കരിച്ച സർക്കാരാണ്. ഉന്നയിക്കുന്നുണ്ടല്ലോ. സർക്കാരിന്റെ ഏജൻസി പറയുന്ന ഡേറ്റ എന്താണ്?
4.5 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിന്റെ നടുവിൽ കൂപ്പുകുത്തി നിൽക്കുകയാണ് ഈ രാജ്യം എന്ന് പറയുന്നത് ലേബർ ബ്യൂറോയാണ്. അല്ല, തൊഴിൽ നഷ്ടത്തിന്റെ അല്ലേ? നമ്മൾ പറഞ്ഞ കണക്കാണ്. നിങ്ങൾ കൊണ്ടുവന്ന ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഏർപ്പാട് എത്ര ലക്ഷം മനുഷ്യരുടെ തൊഴിൽ കളഞ്ഞു എന്നാണ് സർക്കാരിന്റെ കണക്ക്. പ്രിന്റു അതിന്റെ കണക്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ 3.5 ലക്ഷത്തോളം തൊഴിൽ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണല്ലോ കണക്ക്. അതെന്താ അവിടുത്തെ അപ്പോയിന്റ്മെന്റ് നടക്കാത്തത്? എന്താണ്? അല്ല, ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് ഈ രാജ്യത്ത് തൊഴിൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് യുവാക്കൾക്കായിക്കോട്ടെ, സ്ത്രീകൾക്കായിക്കോട്ടെ, കർഷകർക്കായിക്കോട്ടെ. 2 കോടി പ്രിന്റു പ്രതിവർഷം 2 കോടി തൊഴിൽ ഞാൻ ഉണ്ടാക്കും എന്നാ മോദി പ്രസംഗിച്ചത്. 2014 പറഞ്ഞ ഞാൻ അധികാരത്തിൽ വന്നാൽ വിദേശ രാജ്യങ്ങളിലെ മനുഷ്യർ, യുവാക്കൾ രാജ്യത്തേക്ക് മടങ്ങി വരും, നമ്മൾ അത്രയും പ്രൊഡക്റ്റീവ് ആകാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ നിന്ന് ഇല്ലീഗൽ വഴിയിലൂടെ അടക്കം വിട്ടുപോകുന്ന സ്ഥലങ്ങളിൽ ഒന്നേന്നറിയാമോ? ഗുജറാത്താണ് ഇവിടെ നിന്ന് പോകുന്നത്. നിങ്ങളുടെ പലായനത്തിന്റെ പൗരത്വ ഉപേക്ഷിക്കുന്നവരുടെ കണക്കെടുത്ത് കേരളത്തിലെ തൊഴിൽ വേതനവും ഗുജറാത്തിലെ തൊഴിൽ വേതനവും തമ്മിലുള്ള അന്തരം എടുത്തു വെച്ച് പരിശോധിക്കുക. മനുഷ്യന് ജീവിക്കാനുള്ള പൈസ ഉണ്ടോന്ന്. അല്ല, അങ്ങനെ തൊഴിൽ വേതനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ നാമമാത്രമായ തൊഴിൽ വേതനം കൊടുത്തുകൊണ്ട് മുഴുവൻ യുവാക്കളെയും പ്രൊട്ടക്ട് ചെയ്യാമെന്നൊന്നും ഒരു സർക്കാരും പറ. അത് കേരളത്തിലെ ഒരു യുവാക്കളെ പറ്റിക്കാനുള്ള ഒരു ട്രഡീഷണൽ പരിപാടിയാണ്. അതിനപ്പുറത്ത് ഗുജറാത്തികളുടെയും മലയാളിയുടെയും പലായനത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് സാർ. അതിന് 300-400 വർഷങ്ങൾ കാലഘട്ടം ഗുജറാത്തികളായിക്കോട്ടെ, മലയാളികളായിക്കോട്ടെ, അവർ അന്യ സംസ്ഥാനങ്ങളും അന്യ ദേശങ്ങളിലേക്ക് കള്ളപ്പണവും തിരിച്ചു കൊണ്ടുവരും, പോയ യുവാക്കളെ തിരിച്ചു കൊണ്ടുവരും എന്ന് പ്രസംഗിച്ച ആളാ മോദി. അതുപോട്ടെ, നിങ്ങൾ ഇന്ന് പറഞ്ഞല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മതേതര സിവിൽ കോഡാണ് എന്ന് വെച്ചാൽ യൂണിഫോം സിവിൽ കോഡാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് BJP പറയുന്നതല്ലാതെ BJPയുടെ കയ്യിൽ ഒരു കരടുണ്ടോ? നിങ്ങളുടെ നിലപാടെന്താ? എങ്ങനെ നടപ്പിലാക്കണം? ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളെ ഒരു നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറയുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം മനുഷ്യരെയും, എന്ന് ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ വിവിധ സമുദായങ്ങളുണ്ട്, നമുക്ക് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ വിവിധ സമുദായങ്ങളും അവരുടെ താല്പര്യങ്ങളുണ്ട്, ആദിവാസി വിഭാഗങ്ങളുണ്ട്, ഇവയെല്ലാം ഉടച്ചു വാർത്തൊന്നാക്കണം എന്ന അഭിപ്രായം പല അഭിപ്രായങ്ങൾ BJP തേടിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ? നിങ്ങൾ വെടിവെക്കുകയാണ് കാടടച്ച്. ഞങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു, മതേതര സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ? ഒന്ന് പറയാമോ? ഇവിടെ പറയാമോ? ഒരു സംശയം വേണ്ട സാർ. മതേതര സിവിൽ കോഡ് ഇന്ന് മോഡി പുതിയൊരു അദ്ദേഹം നടത്തിയൊരു ആഖ്യാനമുണ്ടല്ലോ. നിങ്ങൾ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങളത് പറയും മോഡിയുടെ ഏകാധിപത്യ സ്വഭാവമുള്ള സിവിൽ കോഡാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഒരു ആഖ്യാനം ശ്രമിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഒരു ആഖ്യാനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു മതേതര സിവിൽ കോഡാണ്. ഇപ്പം ഞാനും നിഷാന്ത് റാവുത്തർ അടക്കം ഈ രാജ്യം നമ്മൾ പറഞ്ഞ ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്, സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നൊക്കെ പറയും. എങ്കിലും ഞാനും നിങ്ങളും ഇന്ന് അനുസരിക്കുന്ന സിവിൽ നിയമങ്ങൾ മതത്തിന്റെ പേരുള്ളതാണ്. നിഷാന്ത് റാവുത്തർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആദിവാസികളുടേത് കളയും, എല്ലാവരുടെയും കളയും. ഞങ്ങൾ ഒറ്റ ഒരു സംഗതി ഉണ്ടാക്കാനാണ് നിൽക്കുന്നത്. ഗോൾവൽക്കറിന് പോലും വേറെ അഭിപ്രായം കേട്ടോ സിവിൽ കോഡിന്റെ കാര്യത്തിൽ. നിങ്ങൾ പറഞ്ഞിട്ടില്ല, പറയില്ല. നിങ്ങൾ ഏക സിവിൽ കോഡ് എന്തോ ഒരു മുസ്ലിം പ്രശ്നമാണെന്ന് വ്യാജ പ്രതീതി ഉണ്ടാക്കി ഗോൾ അടിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല സിവിൽ കോഡിലെ നിങ്ങളുടെ നിലപാട് എന്താണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രിന്റു വെറുതെ പറഞ്ഞ സംസ്ഥാന നേതൃത്വത്തിന്റെ ഷോക്കോസും അടിക്കാൻ നിൽക്കേണ്ട. BJPക്ക് ഇതിനകത്ത് ഈ കാര്യത്തിൽ നിലപാടില്ലാത്തതാണ്. ഏക സിവിൽ കോഡ് മതേതര സിവിൽ കോഡ് ഈ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് പറയുന്നത് പ്രിന്റു മഹാദേവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും സവിശേഷ നിയമങ്ങൾ ഞങ്ങൾ എടുത്ത് കാട്ടിക്കളയുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ഈ ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോവുകയല്ല സാർ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. മതേതര രാജ്യമാണെങ്കിൽ ഞങ്ങളെടുത്ത് കാട്ടിക്കളയും എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ല, അങ്ങനെയല്ലല്ലോ സാർ. നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. മതേതര രാജ്യമാണെങ്കിൽ മതേതര നിയമങ്ങളാണല്ലോ. മതേതര നിയമമല്ല സാർ. മതേതര രാജ്യമാണെങ്കിൽ മതേതര നിയമം നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആരുടെയെങ്കിലും അവകാശങ്ങൾ എടുത്ത് കളയെന്നല്ല പറഞ്ഞത്. ഈ രാജ്യത്ത് ഒറ്റ രാജ്യം ഒറ്റ നിയമം, അത് അനുസരിക്കാൻ പ്രത്യേകിച്ച് സിവിൽ നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സിവിൽ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. അത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? മോദി പറയുന്നതിൽ പുതിയൊരു കാര്യമുണ്ട്. അദ്ദേഹം മതേതരം എന്ന വാക്ക് പറയുന്നു. അത്രയും വരെ ഓക്കെയും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇതിന്റെ മറുപടിയിലേക്ക് വരാം.
ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇന്നിപ്പോൾ നരേന്ദ്രമോദി വലിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് സിവിൽ കോഡാണ്. അത് നേരത്തെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1 ഇന്ത്യ 1 ഇലക്ഷനിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ സെറ്റ് ബാക്ക് അദ്ദേഹത്തിന് ഉണ്ടായി. മുന്നണി ഭരണത്തിന്റെ തലപ്പത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി ജനാധിപത്യത്തിന്റെ വാക്കുകൾ പറയുമെന്നും ഉൾക്കൊള്ളലിന്റെ പാഠങ്ങൾ പഠിക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയോ? മോദി ഇപ്പോഴും അവരുടെ ഒരു BJP ഐഡിയോളജിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നു. അതിന് 2 ഘടകകക്ഷികളുടെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടെന്നല്ലേ ഈ പറച്ചിലിന്റെ സാരം? അല്ല, നമ്മൾ കാണേണ്ടത് ഇവർ മുന്നോട്ട് വച്ച അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഇന്ത്യ മഹാരാജ്യത്ത് വളരുന്നതിനിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാമക്ഷേത്രമായിരുന്നല്ലോ, അല്ലേ? ആ രാമക്ഷേത്രം ഇരിക്കുന്ന അയോധ്യ ഭൂമിയിൽ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഗുജറാത്തിൽ നിന്നും ഏറ്റവും സുരക്ഷിത ഹിന്ദു മഹാഭൂരിപക്ഷമുള്ള മണ്ഡലം, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ മണ്ഡലം എന്ന് കരുതി കടന്നുപോയ വാരണാസി ജില്ലയിലെ 9 പാർലമെൻറ്റ് സീറ്റിൽ നിലം തൊട്ടോ കരഞ്ഞുകൂവി ജയിക്കുന്നത് കണ്ടില്ലേ നമ്മൾ? പ്രധാനമന്ത്രി കണ്ടില്ലേ? അപ്പോൾ നമ്മൾ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാലത്തും എല്ലാവരെയും നമുക്ക് കബളിപ്പിക്കാൻ കഴിയില്ല. ആ രാജ്യത്തെ ജനങ്ങൾ, ആ പ്രദേശത്ത്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ആ പ്രദേശത്ത് താമസിക്കുന്നവർ തൊട്ടറിഞ്ഞു വോട്ടിന് വേണ്ടിയുള്ള വിഭാഗീയത സൃഷ്ടിക്കലാണിതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഓരോ ഘട്ടത്തിലും തിരിച്ചറിയുകയാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിൻ്റെ പാക്കേജുമായി ബന്ധപ്പെട്ട്, ബീഹാറിൻ്റെ പാക്കേജുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കരുതെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിക്കുമ്പോൾ അവിടെ ഒരു താല്പര്യം, ഒരു കസേര സംരക്ഷിക്കാനുള്ള താല്പര്യമാണെന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇന്നത്തെ സർക്കാരിൽ നിന്നും നീതിപൂർവമായ ഒരു നടപടി പ്രതീക്ഷിക്കുന്നില്ല. കസേര ഉറപ്പിക്കാനുള്ള പാക്കേജുകളും നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താങ്കൾ ഈ ചർച്ചയിൽ എത്രയോ വട്ടം ചോദിച്ചു, രാജ്യം നേരിട്ട 4 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലില്ലായ്മയെക്കുറിച്ച് ചോദിച്ചു. നമ്മുടെ കേന്ദ്ര സർക്കാരിൽ റിട്ടയർമെൻറ്റ് വേക്കൻസികൾ 30 ലക്ഷം ഒഴിവാണ്. എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട് ആ വിഷയത്തിൽ? അദ്ദേഹം സംരംഭങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്ത് കടന്നു പോകുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഇവരിതൊന്നും പറയില്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ്, അവർ കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്താണ്, അവർ പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന ന്യായീകരണം എന്താണെന്ന് എങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ ചർച്ചയിൽ പങ്കെടുക്കാൻ. എനിക്ക് വ്യക്തിപരമായി പ്രിൻറ്റുവിനോട് പിണക്കൊന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം ആ പാർട്ടിക്ക് വേണ്ടി പറയും. അദ്ദേഹത്തിന് അറിയാം അതൊന്നും വസ്തുതയല്ലെന്ന്. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ആ പാർട്ടിയുടെ സംവിധാനം അങ്ങനെയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ മാത്രമേ പറഞ്ഞു പോകാൻ കഴിയുള്ളൂ. കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകമായ സാഹചര്യത്തിൽ 32 സീറ്റുകളുടെ പിൻബലം കൂടുതലുണ്ട് എന്ന് കരുതി അധികാരത്തിലിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു വിഭ്രാന്തിയിലാണ്. എന്ത് ചെയ്തും പ്രതിപക്ഷത്തെ ഇകഴ്ത്തുക, വ്യക്തിഹത്യ ചെയ്യുക. ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്ന ഇന്നും ഇന്നലെയും തുടങ്ങിയതിൽ ആക്ഷേപിച്ചോട്ടെ. ആക്ഷേപിച്ച് രാഹുൽ ഗാന്ധി ആരാണെന്നും നരേന്ദ്രമോദി ആരാണെന്നും ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. ഇന്നലെ വരെ ഇവരെന്ത് ചെയ്തു, അത് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഈ രാജ്യത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളെ സംബന്ധിച്ച് ബോധ്യമുണ്ടെന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തിന്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ 32 സീറ്റ് കൂടി ജയിക്കാൻ കഴിയുമെന്ന് BJPയുടെ തുടക്കകാലത്ത് സർക്കാരിനെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചരണ കോലാഹലങ്ങളെ ഒരു ഘട്ടമെങ്കിലും, അതായത് അയോധ്യയിലെ വാരണാസിയിലെ ആളുകളുടെ തിരിച്ചറിവ് മറ്റു ചില പ്രദേശത്തിലെ ആളുകൾക്കുണ്ടായിരുന്നുവെങ്കിൽ, തെറ്റിദ്ധാരണയിൽ മയങ്ങി വീണില്ലായിരുന്നുവെങ്കിൽ ഈ ഫലം മറ്റൊന്നാകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പ്രതിപക്ഷം, ഇന്ത്യ ബ്ലോക്ക് ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. 237 അംഗബലമുണ്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷത്തിന്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഗവൺമെൻറ് അട്ടിമറിക്കാനല്ലല്ലോ, ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വാക്കൗട്ട് ചെയ്ത് പോകുകയല്ലല്ലോ ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പറയാം, രാഹുൽ ഗാന്ധി 10 വർഷക്കാലം, രാഹുൽ ഗാന്ധി കേവലം 543 MPമാരിൽ ഒരാൾ മാത്രമായിരുന്നു ജൂൺ 4-ന് മുമ്പ് വരെ. ജൂൺ 4-ന് ശേഷമാണ് അദ്ദേഹം, 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് ഒരാൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും സംസാരങ്ങൾക്ക് ഒരിക്കൽ പോലും ചെവി കൊടുക്കാത്ത ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയല്ലോ മറുപടി പറയാൻ, ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി നേരിട്ടിറങ്ങിയല്ലോ, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നേരിട്ടിറങ്ങിയല്ലോ, ഇന്ത്യൻ ധനകാര്യമന്ത്രി നേരിട്ടിറങ്ങിയല്ലോ മറുപടി പറയാൻ. ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നോ? മാറുന്ന രാഷ്ട്രീയം, കാലത്തിൻ്റെ ചുവരെടുത്ത് രാജ്യം കാണുന്നുണ്ട്. ഒരു സംശയം വേണ്ട, ഈ ധിക്കാര രാഷ്ട്രീയവും വ്യക്തിഹത്യാ രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവുമായി ഇവർ മുന്നോട്ട് പോകണം. ഇവർ പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ്. എന്ത് ഏകീകൃത സിവിൽ കോഡ്? ഞാൻ ചോദിക്കട്ടെ നിഷാദിന് പോയി ഹിമാചൽ പ്രദേശിൽ 1 സെൻറ്റ് ഭൂമി സ്വന്തം പേരിൽ വാങ്ങാൻ കഴിയുമോ? കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടും ഡൽഹിയിലേക്കും പോകുന്ന പോലെ നിങ്ങൾക്ക് മണിപ്പൂരിലോ നാഗാലാൻഡിലോ ത്രിപുരയിലേക്കോ പോകാൻ കഴിയുമോ? നിങ്ങൾ പറ. ജാതി മതം അവിടെ നിൽക്കട്ടെ. ഇന്ത്യ മഹാരാജ്യത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രദേശത്ത് നടന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത്.
മേഘാലയയിൽ പോയി വിദേശത്ത് പോയി അറബികളുടെ സ്പോൺസർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന പോലെ ഇന്ത്യയിൽ എനിക്കൊരു ബിസിനസ് ചെയ്യാൻ കഴിയൂ, താങ്കൾക്കൊരു ബിസിനസ് ചെയ്യാൻ കഴിയൂ? അറിയാമോ? ഒരു ജാതി മതം അവിടെ നിൽക്കട്ടെ. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗരനായ എനിക്ക് സ്വന്തമായ ഒരു ബിസിനസ് മേഘാലയയിൽ എൻ്റെ പേരിൽ ചെയ്യാൻ കഴിയില്ല. പാർട്ട്ണർഷിപ്പ് മാത്രമേ ആകാൻ കഴിയൂ, സ്പോൺസറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഹിമാചലിൽ സ്ഥലം വാങ്ങാൻ കഴിയില്ല. ഇൻ്റർലൈൻ പെർമിറ്റ് ഇല്ലാതെ പല സംസ്ഥാനത്തും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഏതെങ്കിലും ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് വ്യാമോഹമെങ്കിൽ ആ പണി ഇനി ഇന്ത്യയിൽ വേഗില്ല. ജനങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത് ബോധ്യപ്പെടും. ആ വിഭ്രാന്തിയിൽ നിന്നുകൊണ്ട് കാലോചിതമായി ഓരോ സന്ദർഭത്തിലും പറയുന്ന കാര്യങ്ങളുടെ തനിയാവർത്തന പ്രസംഗവുമായി കടന്നു വന്നാൽ പ്രസംഗത്തിന്റെ രീതി ഉണ്ടല്ലോ, പ്രസംഗത്തിന് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി പിന്നെ എത്രയോ നേരം വേണമെങ്കിലും നിന്ന് പോകാൻ കഴിയുന്ന തരത്തിൽ പ്രസംഗത്തിന് പറ്റിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ പുതിയ ഒരു മുന്നണി സർക്കാരിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഷോ ഓഫിനൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വീര്യം ഒന്ന് കുറഞ്ഞു എന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നെങ്കിൽ മോദി നിന്ന് പ്രസംഗിക്കുന്നു പുതിയ ആത്മവിശ്വാസത്തോടെ. പഴയ ഹിന്ദുത്വ ഐഡിയോളജിയെ മുൻനിർത്തിക്കൊണ്ടുള്ള അവരുടെ കാർഡുകൾ ഇറക്കുന്നു, അവരുടെ നയപരിപാടികൾ ഒരു മുന്നണി സർക്കാരാണെന്ന് മറന്നുകൊണ്ട് നടപ്പിലാക്കുന്നു. ഒരു മുന്നണി സർക്കാരിൻ്റെ ജനാധിപത്യ രൂപത്തിൽ നിന്ന് മാറിയുന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പിന്നിലാക്കുന്നു. മൊത്തത്തിൽ മോദിയെ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള ആളായി കാണപ്പെട്ടോ ഇന്നത്തെ ഈ പ്രസംഗത്തിൽ ആനന്ദ്? അല്ല, മോദി അങ്ങനെ കുറച്ച് കാലമായിട്ടിപ്പോൾ ഇലക്ഷൻ്റെ ശേഷം ഈ 32 സീറ്റുകൾ കുറവാണ്, 32 എംപിമാർ കുറവാണ് എന്നത് വകവയ്ക്കാതെ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഒരു ഭൂരിപക്ഷ സർക്കാരിനെയാണ് ലീഡ് ചെയ്യുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായെങ്കിലും അതിനുശേഷം പല രീതിയിൽ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അദ്ദേഹം അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം പൊള്ളത്തരമാണെന്ന് BJPയുടെ നേതാക്കൾക്ക് തന്നെ അറിയാം. അത് ഇവിടെ ഇരിക്കുന്ന ശ്രീ പ്രിൻറ്റു മഹാദേവിൻ്റെ കാര്യമല്ല പറയുന്നത്, BJPയുടെ സീനിയർ നേതാക്കൾക്ക് വരെ അറിയാം. ഇപ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവന്നു, അത് എന്തുകൊണ്ടാണ് ഒരു സെലക്ട് അല്ലെങ്കിൽ ഒരു JPCക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മിറ്റിക്ക് വിടാൻ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? അത് പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒന്നും എതിർപ്പിൻ്റെ ഫലമായിട്ടല്ല, കേവലം നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും അത് താല്പര്യമില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അവർക്ക് 32 എംപിമാർ കുറവാണ്, കേവല ഭൂരിപക്ഷമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വലിയ ഘോരമായിട്ട് അദ്ദേഹം ഒരു ഏക സിവിൽ കോഡ് എന്ന് പറയുന്നു. ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും അറിയാം, ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്താമായിരുന്നു. അതായത് ഇവർ ഈ അദാനിക്കും അംബാനിക്കും വേണ്ടി ലാൻഡ് റിഫോംസും അതിൻ്റെ കൂടെ നമ്മുടെ കർഷകർക്ക് വലിയ ഇപ്പോൾ പ്രിൻ്റ് പറഞ്ഞ ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി വലിയ വിൻഫോൾ കിട്ടും എന്ന രീതിയിലൊക്കെ അവർ നിയമങ്ങൾ കൊണ്ടുവന്നല്ലോ. ആ നിയമങ്ങളൊക്കെ എന്നിട്ട് അവർക്ക് കർഷക സമരത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നല്ലോ. അങ്ങനെ ഒരു ശ്രമമെങ്കിലും നടത്താൻ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. കാരണം ഇനിയിപ്പോൾ ബാക്കിയുള്ളത് അവരുടെ കോർ അജണ്ടയിൽ ബാക്കിയുള്ളത് ഈ യൂണിഫോം സിവിൽ കോഡാണ്. പിന്നെ ഇപ്പോൾ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു അജണ്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദിക്ക് എപ്പോഴും ഇതുപോലെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും എല്ലാ മുനിസിപ്പൽ ഇലക്ഷന് പോലും, ഹൈദരാബാദിലെ മുനിസിപ്പൽ ഇലക്ഷന് പോലും അവിടെ പോയിട്ട് മുഖ്യ കാർമ്മികനായിട്ട് മുഖ്യ പ്രചാരകനായിട്ട് ഈ വേഷം കെട്ടി അദ്ദേഹം മടുത്തുമായി കാണും. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒറ്റ ഇലക്ഷൻ എന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചെങ്കിലും അതിൽ മുന്നോട്ട് പോയാലും, അതായത് ഒറ്റ ഇലക്ഷൻ എന്ന രീതിയിലല്ല, പക്ഷേ കുറേ തെരഞ്ഞെടുപ്പുകളെങ്കിലും ഒറ്റയ്ക്ക് നടത്താൻ, അതായത് 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ മാത്രമേ ഇലക്ഷൻ ഉണ്ടാകുകയുള്ളൂ എന്ന രീതിയിലെങ്കിലും ടൈം ടേബിൾ പുനഃക്രമീകരിക്കാൻ ഇപ്പോഴത്തെ രീതിയിൽ പറ്റുമായിരിക്കും. പക്ഷേ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന കാര്യത്തിൽ വരുമ്പോൾ അതെങ്ങനെയാണ് ഫലവത്താകുക? അത് ഈ ഇന്ത്യയിൽ ഗോത്രവംശജരുടെ ഒരു കാര്യം മാത്രം എടുത്താൽ മതി. ഇവർ ഇത് വിചാരിക്കുന്നത് ഈ മുസ്ലിം വിഭാഗങ്ങളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ വർഗീയവൽക്കരിക്കാം. പക്ഷേ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായിട്ടും ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് BJP പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞ വലിയ നിഷ്പക്ഷമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചല്ലോ,
അതായത് ഇന്ത്യയിൽ ഇത് കാലാകാലങ്ങളായിട്ട് തുടരുകയാണ്, എല്ലാവരും ബിസിനസ് ആസ് യൂഷ്വൽ ആയിട്ട് എടുത്തു, ഇനിയിപ്പോൾ മാറ്റം കൊണ്ടുവരണം, അതിനാരെങ്കിലും വിൽ പവറുള്ള ആൾക്കാർ വേണം എന്ന രീതിയിലൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. എന്തായാലും അദ്ദേഹം സെക്യുലർ കോഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ആലോചിക്കണം, പണ്ട് BJPയുടെ അല്ലെങ്കിൽ ഈ യാഥാസ്ഥിതികരായിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ 1950കളിൽ ഒരു ഹിന്ദു കോഡ് കൊണ്ടുവന്നപ്പോൾ പോലും ഹിന്ദു പല ജാതിയായിട്ട് കിടന്ന ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ, അവരുടെ ലോ എങ്കിലും ഒന്നാക്കാൻ കൊണ്ടുവന്ന ഹിന്ദു കോഡിനെതിരെ പോലും ഇവിടെ സമരം നയിച്ച ജനസംഘത്തിൻ്റെയൊക്കെ നേതാക്കളുടെ പാരമ്പര്യം പേറുന്ന BJP, ആ പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു സെക്യുലർ സിവിൽ കോഡ്, ഏക സിവിൽ കോഡിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുക? അതും സെക്യുലർ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, അതും കണ്ണിൽ പൊടിയിടാനാണ് എന്ന് പറയും. നമ്മൾ തത്വത്തിൽ ഒരു ഏക സിവിൽ കോഡ് എന്നുള്ളത് നല്ല ആശയമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. 2013 DNA പത്രത്തിൽ എഴുതി, ഇറ്റ് ഷുഡ് നോട്ട് ബി എ യൂണിഫോം സിവിൽ കോഡ്, ഷുഡ് നോട്ട് ബി എ ഹിന്ദു സിവിൽ കോഡ്, ബട്ട് ഇറ്റ് ഷുഡ് ബി എ സെക്യുലർ സിവിൽ കോഡ് എന്ന്. അതുപോലെ വരികയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതിന് തീരെ സാധ്യതയില്ല. കാരണം ഇന്ത്യയിലെ ഗോത്രവംശജരും ഇന്ത്യയിലെ പലതരത്തിലുള്ള വിഭജിക്കപ്പെട്ട് കിടക്കുന്ന നമ്മൾ ഈ ഇപ്പോഴത്തെ കാലത്ത് ഡൈവേഴ്സിറ്റിയെയും നാനാത്വത്തെയൊക്കെയാണ് വിദേശ രാജ്യങ്ങൾ പോലും പുൽകുന്നത്. പക്ഷേ നമ്മളിപ്പോഴും അത് ഏക സിവിൽ കോഡ്, എല്ലാവരും ഡിസിപ്ലിനായിട്ട് വരിയായിട്ട് നിർത്തുക, അച്ചടക്കം വരുത്തുക എന്ന രീതിയിൽ എല്ലാവരെയും ഒരുപോലെ യൂണിഫോം ആക്കുക, സ്കൂൾ കുട്ടികളെ പോലെ എല്ലാവരെയും ഒറ്റ രീതിയിലാക്കുക എന്ന് പറയുമ്പോൾ അത് പറയുമ്പോൾ നല്ല ആശയമാണ്. പക്ഷേ അത് കേവല ഭൂരിപക്ഷം ആനന്ദ്, ഈ മൂന്നാമത്തെ ടൈമിൽ ഈ മോദിയുടെ സർക്കാരിന് ഒരു സ്വഭാവ വ്യത്യാസമുണ്ടല്ലോ. അത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണല്ലോ. അപ്പോഴും പക്ഷേ ഇതൊക്കെ തന്നെ പ്രസംഗിക്കാൻ മോദിക്ക് കഴിയുന്നത് ബീഹാറിലെ നിതീഷ് കുമാർ, ബീഹാറിലെ ആന്ധ്രാപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ചന്ദ്രബാബു നായിഡു, ഇവരുടെയൊക്കെ കാലിൽ നിൽക്കുന്ന മോദി ഇപ്പോഴും പക്ഷേ ഈ ഏകത്വത്തെക്കുറിച്ചും ഏകശിലാത്മതയെക്കുറിച്ചും ഹിന്ദുത്വ ഐഡിയോളജിയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മതേതരത്വം എന്നുള്ള വാക്ക് ചേർത്തിട്ടാണ്. ഇപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മറ്റ് മുന്നണി നേതാക്കളെ കൂടി മനസ്സിലോർത്തിട്ടാണ് ഈ മതേതര സിവിൽ കോഡ് എന്ന വാക്കിലേക്ക് മാറിയെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും പോളിസിയിൽ നിൽക്കാൻ മോദിക്ക് പറ്റുന്നുണ്ടല്ലോ. അല്ല, അത് അദ്ദേഹത്തിന് ആ ശക്തിമാൻ, ആ സ്ട്രോങ് മാൻ ഇമേജ് അദ്ദേഹം പരമാവധി സംരക്ഷിക്കാൻ നോക്കും. അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിലൊക്കെ. ഇപ്പോൾ BJPയും RSSും തമ്മിൽ വടംവലി നടക്കുകയാണ്. ആരാണ് അടുത്ത BJP അധ്യക്ഷനാകുക എന്നുള്ളതിനെ ചൊല്ലി BJPയിലും RSSലും വലിയ കുഴപ്പമാണ്. അത് ദേവേന്ദ്ര ഫഡ്നവിസിനെ RSSന്റെ ചില നേതാക്കൾക്ക് ആക്കണം എന്നൊക്കെയുള്ള താല്പര്യങ്ങളുണ്ട്. അത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമോ, അതിന് മുൻപ് വേണമോ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള പല ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ BJPയിൽ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ പോലും മോദിക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു BJP അധ്യക്ഷൻ വരണമെങ്കിൽ, അതായത് BJPയെ JP നഡ്ഡയെ പോലെ ഒരു എന്ത് പറഞ്ഞാലും അനുസരണയുള്ള ആളായിട്ട് നിൽക്കുന്ന ഒരു BJP അധ്യക്ഷൻ വരണമെങ്കിൽ, RSSന് നിയന്ത്രണമില്ലാത്ത ഒരു, അല്ലെങ്കിൽ RSSനെ പൂർണ്ണ നിയന്ത്രണമില്ലാത്ത ഒരു BJP അധ്യക്ഷൻ വരണമെങ്കിൽ പോലും മോദിക്ക് തൻ്റെ ഇമേജ് സംരക്ഷിക്കണം. അദ്ദേഹം ഇപ്പോഴും വളരെ ശക്തനാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കണം, RSSന് മുന്നിൽ പോലും. അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലെയുള്ള ഒരു എന്താണ് പ്രതീതി സൃഷ്ടിക്കാൻ നോക്കുന്നത്. ആ പ്രതീതി സൃഷ്ടിക്കൽ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതുപോലെ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ വന്നതുപോലെ ഓരോ ഘട്ടത്തിലും അത് രാജ്യസഭയിൽ ചിലത് ഉടക്കി നിൽക്കും, ചിലത് ലോക്സഭയിൽ തട്ടിപ്പോകും. കാരണം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കനിഞ്ഞാൽ മാത്രമേ മോദിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറിനും രാജ്യസഭയിൽ നവീൻ പട്നായിക്കിന്റെ 9 MP-മാരും ഇവരെല്ലാം കനിയണം. അത് എളുപ്പമല്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആവോളം വർഗീയത നാട് മുഴുവൻ നീളുന്ന് പറഞ്ഞിട്ടും 303-ൽ നിന്ന് താഴേക്ക് പോവുകയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ സ്വീകാര്യത ഇടിയുകയാണ് ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കി ഒരു ഏകരൂപിയായ സർക്കാർ, ഒരേ ഒരു നേതാവ് ഉണ്ടാക്കാൻ നോക്കി. ജനങ്ങൾ അതിനെ തിരസ്കരിച്ചു തുടങ്ങിയതല്ലേ കണ്ടത്. എന്നിട്ട് പിന്നെയും ഇതൊക്കെ ഈ സ്വഭാവത്തിലുള്ള സംഗതികൾ മുന്നോട്ട് വെക്കുക. ഒരു രാജ്യം, ഒരൊറ്റ ഇലക്ഷൻ, ഒറ്റ നിയമം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം. നടക്കാൻ പോകുന്ന കാര്യമല്ല. നിങ്ങളെ കൊണ്ടത് പറയാനുള്ള ധൈര്യവും നിങ്ങൾക്കില്ല. ഇതൊക്കെ തന്നെ വീണ്ടും പറ്റിയാൽ വീണ്ടും കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ പ്രിന്റു? നിഷാന്ത് സാറേ, ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത് BJPയും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. 301 കക്ഷികളുടെ പിന്തുണ BJPക്ക് ഉണ്ട്. പിന്നെ
പറയട്ടെ, നിങ്ങൾ 32 സീറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് NDA ആണ്, BJP അല്ല, NDA. മുക്കൂട്ട് മുന്നണിക്കില്ല. മുക്കൂട്ട് മുന്നണി ഞാൻ പറയട്ടെ, അല്ല NDA 301, അതിൽ ആകെ മുക്കൂട്ട് മുന്നണിക്ക് ഞങ്ങൾ നേടിയ സീറ്റുകൾ ഈ അനിൽ ബോസിന്റെയും പാർട്ടിക്കും. ഇപ്പൊ അവിടെ ഇവിടെയും ഒക്കെ ഈ പറഞ്ഞ ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി 99 സീറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ പോകുന്ന സീറ്റ് നേടി എന്ന് പറയുന്ന വ്യാഖ്യാനം പോലെയാണ് അനിൽ ബോസിന്റെയും പാർട്ടിയുടെ ഒക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് പാർലമെന്റിനകത്ത് നരേന്ദ്രമോദി അതിന് കൃത്യമായി മറുപടി പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികൾ നിതീഷ് കുമാറും ഒന്ന് ചന്ദ്രബാബു നായിഡുവാണ്. ഞങ്ങൾ കോമൺ മിനിമം പ്രോഗ്രാം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇതാണ്, ഇത് പിന്തുണയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിന്തുണച്ചാൽ മതി എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് ഈ സഖ്യ സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ നയങ്ങളും ഞങ്ങൾ പ്രഖ്യാപിച്ച പോളിസികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ വിചാരിച്ച 32 സീറ്റ് ഞങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വലിയ അരാജകത്വത്തിലേക്ക് മാറുകയും ഞങ്ങളിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും ഭാവനാനുസൃതമായിട്ട് പറയുന്ന കാര്യങ്ങളാണെന്നാണ് നിങ്ങൾക്കൊരു ധാരണ. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ 3ാം സർക്കാരിന്റെ സ്വാതന്ത്ര്യം നരേന്ദ്രമോദി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ മതേതര സിവിൽ കോഡ് നടപ്പിലാക്കും. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പാഠം പഠിച്ചൊന്നല്ല, ഞങ്ങൾക്ക് ഈ രാജ്യത്തെ സ്വച്ഛ് ഭാരത് ക്ലീൻ ചെയ്യാനുണ്ട്, ഈ രാജ്യത്തെ വിഘടനവാദികളിൽ നിന്ന് മോചിപ്പിക്കാനുണ്ട്, ഈ രാജ്യത്തെ ഒരേപോലത്തെ പൗരന്മാരെ മുഴുവൻ ഒരേപോലെ കാണാനുള്ള ആ രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഗോത്രവർഗ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ജാതിപര അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഏക സിവിൽ കോഡ്. ഇപ്പൊ ഇത് ഞങ്ങൾക്കറിയാലോ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് പരിഹരിക്കാനെന്ന്. അതിന്റെ അർത്ഥത്തിൽ ഞങ്ങൾ ഒറ്റ വാക്കുകൊണ്ട് മറുപടി പറയാം. എല്ലാ ഗോത്രാവകാശങ്ങളും എല്ലാ പ്രാദേശിക അവകാശങ്ങളും ഇല്ലാതാവുന്ന എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറയുന്ന സംഗതിയാണോ BJPയുടെ പ്ലാൻ? BJPക്ക് അക്കാര്യത്തിൽ ഒരു നയം ഉണ്ടാവുമല്ലോ. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതല്ലാതെ അത് എങ്ങനെ വേണമെന്ന കാര്യത്തിൽ നയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നാക്കുണ്ടാവില്ല. അത് പറഞ്ഞാൽ BJP വിവരമറിയും. BJPയെ കൊണ്ട് പറ്റാത്ത പണിയാണ് ഇത്, മുസ്ലിങ്ങൾക്കുള്ള പണിയാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ ഭംഗിന്തരേണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ തർക്കിച്ച എവിടെ എത്തി? അതുപോലെ അല്ല സിവിൽ കോഡ് തൊട്ട വിവരം അറിയും. വേറെ എമ്പാടും ആദിവാസി പ്രാദേശിക ഗോത്ര ജനവിഭാഗങ്ങളുടെ അവകാശത്തിൽ തൊട്ട മോദി വിവരം അറിയും. മോദിക്ക് അത് അറിയാം. അതുകൊണ്ടാണ് BJPക്ക് ഇത്ര കാലം നിങ്ങൾ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞു നടന്നിട്ട് എന്തായിരിക്കണം ഏക സിവിൽ കോഡ് എന്ന കാര്യത്തിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നയപരിപാടിയില്ല, ഒരു പോളിസി നോട്ടില്ല. ആ പോളിസി നോട്ട് എഴുതി പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾ നിലം തൊടില്ല തെരഞ്ഞെടുപ്പിൽ. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾക്കുള്ള എന്തോ ഒരു പണി എന്ന് എനിക്ക് പറയാണ്. അല്ല അനിൽ ബോസിന്റെ വൈൻഡ് അപ്പ് നോട്ട് എന്നാണ്. സമയം കഴിഞ്ഞു. അനിൽ ബോസിന്റെ അവസാനത്തെ ടേക്ക് എന്താണ്? അതായത് ഇന്ത്യ സഖ്യം മുന്നണിയാണ്, BJP ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് 2 പാർട്ടികളുടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് ആദ്യം കണക്കെങ്കിലും എടുക്കുക. നിങ്ങളുടെ മുന്നണിയിൽ 14 കക്ഷികൾ, ഓരോ MP-മാരും 6 കക്ഷികൾ, നിങ്ങൾ ചുമ്മാ വിവരക്കേട്, നിങ്ങൾ സംസ്കാരമില്ല പെരുമാറുന്നത്. ഞാൻ കൃത്യമായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണിയിൽ 20 പാർട്ടികളും 20 പാർട്ടികളുടെ ജനപ്രതിനിധികളുമാണുള്ളതെങ്കിൽ ഇവിടെ വന്ന് ഒച്ച വെച്ച് തടസ്സപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. NDA സഖ്യം എന്ന് പറയുന്ന പാർട്ടി 14 പാർട്ടികളുടെ പിൻബലത്തോടുകൂടി ഇരിക്കുന്ന സർക്കാരാണ് നിങ്ങളുടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കിയിരുന്നു. ഇന്ത്യ സഖ്യം 20 പാർട്ടികളാണെങ്കിൽ NDA സഖ്യം 14 വിവിധങ്ങളായ കക്ഷികളുടെ മുന്നണിയാണ് എന്ന കാര്യം മറന്നു വർത്താനം പറയരുത് എന്നാണ്. ഉത്തരം പറയുമ്പോൾ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. സമയം കഴിഞ്ഞോട് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്